ഹലോ, വെൽക്കം ടു വിന്നേഴ്സ് അക്കാദമി. അപ്പോൾ ലിമിറ്റ്സ് എന്താണെന്നും ലിമിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ലിമിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റ് ആണ്. ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ ലിമിറ്റ് കാണാനാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 8 - 3x + 12x² ആണ്. ഇവിടെ നമുക്ക് ത്രൂ ഔട്ട് നമുക്കൊരു സിംഗിൾ ഫംഗ്ഷൻ ആണ് വരുന്നത്. അവിടെ ലിമിറ്റ് കാണാൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 8 - 3x + 12x² ആണ്. അവിടെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് അഡീഷനും സബ്ട്രാക്ഷൻ ഒക്കെയാണ് വരുന്നത്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 8 - ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3x പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 12x² നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് അതൊന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സിന് നമ്മൾ വാല്യൂസ് നമുക്ക് ഇട്ട് നോക്കിയാലും മതി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 - 3 × 2 എന്ന് വരും, പ്ലസ് 12 × 2². അതായത് 8 - 6 പ്ലസ് 12 × 4 എന്ന് പറഞ്ഞാൽ 48 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ നമുക്ക് എന്ത് വരുന്നുണ്ടാവും, 2 + 48, 2 + 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 8 - 3x + 12x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും, 50 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുത്താലും മതി. അതായത് 8 - 3 × 2 പ്ലസ് 12 × 2² കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതേ സംഭവം തന്നെയാണ് കിട്ടുക. നമ്മൾ ഇത്രയും ലെങ്തി ആയിട്ട് ചെയ്യേണ്ട എക്സാമിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് 50 ആണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ലിമിറ്റ് t ടെൻഡിങ് ടു -3 6 + 40 ഡിവൈഡഡ് ബൈ t² + 1 ആണ്. റാഷണൽ ഫംഗ്ഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് t ടെൻഡിങ് ടു -3 6 + 40 ഡിവൈഡഡ് ബൈ ലിമിറ്റ് t ടെൻഡിങ് ടു -3 t² + 1 എന്ന് നമുക്ക് വരാം. അപ്പോൾ റാഷണൽ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് tക്ക് -3 കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, 6 + 4 × -3 ഡിവൈഡഡ് ബൈ -3 ² + 1 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് വരും, 6 + 4 × -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 - 12 ഡിവൈഡഡ് ബൈ -3 ² 9 ആണ്, 9 + 1 വരും. അതായത് -6/10 ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. 6 - 12 എന്ന് പറഞ്ഞാൽ -6 ആണ്. -6/10 എന്ന് നമുക്ക് കിട്ടും. -6/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ -3/5 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് കൊടുത്തപ്പോൾ t ടെൻഡിങ് ടു -3 കൊടുത്ത സമയത്ത് നമുക്ക് എന്ത് വന്നു, -3/5 വന്നു. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇവിടെ ഓപ്ഷൻ സി ആണ് -3/5 വരുന്നത്. സോ ലിമിറ്റ് t ടെൻഡിങ് ടു -3 6 + 40 ഡിവൈഡഡ് ബൈ t² + 1 ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു, -3/5 വന്നു. ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്തു, അതിൽ നമുക്ക് വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പം വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ തന്നിരിക്കുന്ന ലിമിറ്റ് ഫംഗ്ഷന്റെ ലിമിറ്റ് നമുക്ക് എന്ത് വന്നു, -3/5 വന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് എന്താണ്, x² - 25 x² + 2x - 15 ആണ് നമുക്ക് വരുന്നത്. x² + 2x - 15. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എക്സിന് നമ്മൾ -5 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് നമുക്ക് -5 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നുണ്ടാവുക, -5 ² -25 ഡിവൈഡഡ് ബൈ -5² പ്ലസ് 2 × -5 - 15. അതായത് -5² എന്ന് പറഞ്ഞാൽ 25 - 25 ഡിവൈഡഡ് ബൈ -5 ² 25 -5 × 10 2 -10 -15. അതായത് നമുക്ക് എന്ത് വന്നു, -25/25 again 25/25 which is of the form 0/0 അല്ലെ. എക്സിന് നമ്മൾ ഡയറക്ട്ലി x ടെൻഡിങ് ടു -5 എക്സിന് നമ്മൾ -5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോമിൽ വന്നു, നമുക്ക് 0/0 ഫോമിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 0/0 ഫോമിലാണെങ്കിൽ നമുക്ക് ഇനി നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക,
ഇവിടെ തന്നിട്ടുള്ളത് ന്യൂമറേറ്ററിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് 25 ആണ്. എക്സ് സ്ക്വയർ മൈനസ് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 25നെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്. സോ എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് വരുന്നുണ്ടാവും അല്ലെ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് വരുന്നത്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് വരുന്നുണ്ടാവുക. സോ ന്യൂമറേറ്റർ നമുക്ക് എന്ത് വരുന്നുണ്ടാവും, നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. ഇനി അടുത്ത നമുക്ക് നോക്കേണ്ട എന്താണ്, നമുക്ക് ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ നമുക്ക് എങ്ങനെ മാറ്റാം, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -5 എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് നമുക്ക് എഴുതാം. ഇനി ഡിനോമിനേറ്ററിലേക്ക് വരാം. ഡിനോമിനേറ്റർ വരുന്നത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -15ഉം ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2ഉം ആണ്. അതായത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് -15ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 2ഉം ആണ് നമുക്ക് കിട്ടുന്നത്. അത് പ്രൊഡക്റ്റ് -15ഉം സമ്മ് 2ഉം ആണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരാം, 5ഉം -3ഉം ആയിരിക്കും അല്ലെ. 5 × -3 -15, 5 പ്ലസ് -3 2 എന്ന് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് നമുക്ക് മാറ്റി എഴുതാം. എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് പ്ലസ് 5 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -5 എക്സ് മൈനസ് 5 ബൈ എക്സ് മൈനസ് 3 ആയിരിക്കും വരുന്നുണ്ടാവുക. എക്സ് മൈനസ് 5 ബൈ എക്സ് മൈനസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സിന് നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ -5 ഡിവൈഡഡ് ബൈ -5 -3, അതായത് -10 ബൈ -8 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ -10 ബൈ -8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈനസും ക്യാൻസൽ ചെയ്യാം. ബാക്കി നമ്മുടെ കയ്യിൽ എന്താ ഉണ്ടാവുക, 10/8 ആണ്. 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് വരും, 5/4 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. 5/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ്, ഡയറക്റ്റ്ലി നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് 0/0 ഫോമിൽ വന്നു. 0/0 ഫോമിൽ വന്നിട്ടുള്ള ആ ഒരു ഫംഗ്ഷനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. എക്സ് സ്ക്വയർ മൈനസ് 25 എന്നുള്ളതിനെ നമുക്ക് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് മാറ്റി എഴുതി. അതേപോലെ തന്നെ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 15 നമ്മൾ എന്ത് മാറ്റി എഴുതി, എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് മാറ്റി എഴുതി. അപ്പോൾ എക്സ് പ്ലസ് 5കൾ ക്യാൻസൽ ചെയ്തു, അവിടെ എക്സ് മൈനസ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5/4 എന്ന് കിട്ടി. ഓപ്ഷൻ എ അതായത് 54 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ 0/0 ഫോമിൽ വരുന്ന ഫംഗ്ഷൻസുകളെ നമ്മൾ ഈ ഒരു രീതിയിൽ, അത്തരത്തിലുള്ള റാഷണൽ ഫംഗ്ഷൻസിനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. അപ്പോൾ ആ ഒരു സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് സിംപ്ലിഫിക്കേഷനും കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ലിമിറ്റ് വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2z² മൈനസ് 17z പ്ലസ് 8 ഡിവൈഡഡ് ബൈ 8 മൈനസ് z ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2z² മൈനസ് 17z പ്ലസ് 8 ഡിവൈഡഡ് ബൈ 8 മൈനസ് z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ z-ന് നമ്മൾ 8 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ 2 ഇൻറ്റു 8 സ്ക്വയർ മൈനസ് 17 ഇൻറ്റു 8 പ്ലസ് 8 എന്ന് വരും, ഡിവൈഡഡ് ബൈ 8 മൈനസ് z എന്നാണ് വരുന്നുണ്ടാവുക. ഡിവൈഡഡ് ബൈ 8 മൈനസ് z. അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ നമുക്ക് വരുമ്പോൾ 2 ഇൻറ്റു 8 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 അല്ല 64 ഇൻറ്റു 2 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. 2 ഇൻറ്റു 64 മൈനസ് 17 ഇൻറ്റു 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എത്രയായിരിക്കും, 80 പ്ലസ് 56 എന്ന് പറഞ്ഞാൽ 136 ആയിരിക്കും. 136 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 0, അതായത് 2 ഇൻറ്റു 64 എന്ന് പറഞ്ഞാൽ 128 ആണ്. 128 മൈനസ് 136 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 പ്ലസ് 8 എത്രയാണ്, 136 ആണ്. 136 മൈനസ് 136 0/0 ഫോമിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇതിന് മറ്റൊരു മെത്തേഡ് ഞാൻ ഇവിടെ പറയാം. അതിനെയാണ് നമ്മൾ എൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ലോപിത്താൽ റൂൾ എന്നാണ് നമ്മൾ പറയാം. എഴുതുമ്പോൾ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ എന്നാണ് പറയാ, പക്ഷേ വായിക്കുന്നത് ലോപിത്താൽ റൂൾ എന്നാണ് നമ്മൾ വായിക്കുന്നുണ്ടാവുക. ഇവിടെ ലോപിത്താൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം. ലോപിത്താൽ റൂൾ പറയണമെന്നുണ്ടെങ്കിൽ, പക്ഷേ നമ്മൾ ഡെറിവേറ്റീവ് എല്ലാവർക്കും ഡെറിവേറ്റീവ്സ് ജസ്റ്റ് ബേസിക് ഡെറിവേറ്റീവ് അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡെറിവേറ്റീവ്സ് പറഞ്ഞിട്ട് പോവാം.
ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി നമുക്ക് 0/0 ഫോമിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡെറിവേറ്റീവ് എടുക്കാം. അതായത് ഓരോ ടേമിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാം. ന്യൂമറേറ്ററിനെ സെപ്പറേറ്റ്ലിയും ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാം. അങ്ങനെ ന്യൂമറേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ടും ഡിനോമിനേറ്ററിനെ സെപ്പറേറ്റ് ആയിട്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ നോക്കുക, ലിമിറ്റ് z ടെൻഡിങ് ടു 8 2 കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 2z ആയിരിക്കും അല്ലേ. എക്സ് റൈസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d/dx ഓഫ് എക്സ് റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്, nx റൈസ് ടു n-1 ആണ്. സോ d/dz ഓഫ് z സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2z റൈസ് ടു 1, അതായത് 2z ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് വന്നു, 2z വന്നു. മൈനസ് 17 കോൺസ്റ്റന്റ് ആണ് അവിടെ വെച്ചു, z-ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്. സോ 17 ഇൻറ്റു 1 വരും. പ്ലസ് 8ന്റെ ഡെറിവേറ്റീവ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്, അത് നമ്മൾ ഒഴിവാക്കി. ഡിവൈഡഡ് ബൈ 8ന്റെ ഡെറിവേറ്റീവ്, 8 കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ഒഴിവാക്കി. മൈനസ് അവിടെ ഉണ്ട്, z-ന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് എന്ത് വന്നു, ലിമിറ്റ് z ടെൻഡിങ് ടു 8 2 ഇൻറ്റു 2z 4z ആണ്, മൈനസ് 17 ഡിവൈഡഡ് ബൈ -1 എന്ന് കിട്ടും. അപ്പോൾ 4 ഇൻറ്റു z 4z മൈനസ് 17 ഡിവൈഡ് ബൈ -1 എന്ന് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, z-ന് നമ്മൾ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. z-ന് നമ്മൾ 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും, നമുക്ക് 4 ഇൻറ്റു 8 മൈനസ് 17 ഡിവൈഡഡ് ബൈ -1, അതായത് 32 മൈനസ് 17 ഡിവൈഡഡ് ബൈ -1 ആയിരിക്കും. 32 മൈനസ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എത്രയായിരിക്കും, 15 ആയിരിക്കും അല്ലെ. 15 ബൈ -1 വിച്ച് ഇസ് ഈക്വൽ ടു -15 നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഓപ്ഷനകത്ത് നമുക്ക് -15 വരുന്നില്ല. സോ ഇത് നമുക്ക് -15 ആക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി -15 എന്ന് നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, 0/0 ഫോമിലാണെന്ന് നമുക്ക് കിട്ടി. 0/0 ഫോമിലാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ലോപിത്താൽ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യാം. ലോപിത്താൽ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്റർ സെപ്പറേറ്റ് ആയിട്ടും ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആയിട്ടും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. അങ്ങനെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 കോൺസ്റ്റന്റ് ആണ്, z സ്ക്വയർ ഡെറിവേറ്റീവ് നമുക്ക് 2z എന്ന് വന്നു. -17 കോൺസ്റ്റന്റ് ആണ്, -17 അവിടെ വെച്ചു. z-ന്റെ ഡെറിവേറ്റീവ് 1 ആണ്, 8ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. ഡിവൈഡഡ് ബൈ 8ന്റെ ഡെറിവേറ്റീവ് വീണ്ടും 0 ആണ്, മൈനസ് നമ്മൾ അവിടെ എടുത്തു, z-ന്റെ ഡെറിവേറ്റീവ് -1. അപ്പൊ നമുക്ക് 2 ഇൻറ്റു 2 4z എന്ന് വന്നു, -17 ഡിവൈഡഡ് ബൈ -1. ഇനി നമ്മൾ z-ന് നമ്മൾ 8 കൊടുക്കുക. 4 ഇൻറ്റു 8 32 ആണ്, 32 മൈനസ് 17 ബൈ -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -15. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പം ഈ ഒരു റൂള് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് എന്താണ് ലോപിത്താൽ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒന്ന് ലോപിത്താൽ റൂൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുമ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ സിംപ്ലിഫിക്കേഷൻ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഈ സിംപ്ലിഫിക്കേഷൻ നമുക്കൊരു പെട്ടെന്ന് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ 0/0 ഫോമിലാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ലോപിത്താൽ റൂൾ അപ്ലൈ ചെയ്യാം. ലോപിത്താൽ റൂൾ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -5 തന്നെയാണ് വരിക. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2x വരും അല്ലെ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്താ വരുന്നുണ്ടാവുക, 2x ആയിരിക്കും. -25 ആണ്, 25ന്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ 0 ആണ്. സോ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇനി എന്താ വരുന്നത്, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്, പ്ലസ് 2 കോൺസ്റ്റന്റ് എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ നമുക്ക് എന്ത് വരും, ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു -5 2x ഡിവൈഡഡ് ബൈ 2x പ്ലസ് 2 എന്നായിരിക്കും വരുന്നുണ്ടാവുക. ഇനി നമുക്ക് അവിടെ എന്ത് ചെയ്യാം, -5 കൊടുക്കാം. എക്സിന് നമ്മൾ -5 കൊടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു -5 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -5 പ്ലസ് 2 എന്ന് വരും. അതായത് -10 ഡിവൈഡഡ് ബൈ -10 പ്ലസ് 2, അതായത് -10 ഡിവൈഡഡ് ബൈ -8 ആയിരിക്കും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10/8, 10/8നെ നമ്മൾ 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/4. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണെന്ന് കിട്ടും. അപ്പോൾ നോക്കുക, നമുക്ക് കുറച്ചും കൂടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ലോപിത്താൽ റൂൾ. അതിന് നമുക്ക് ബേസിക് ഡെറിവേറ്റീവ്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി.
അപ്പോൾ ഈ പോളിനോമിയൽസിന്റെ ഒക്കെ ഡെറിവേറ്റീവ് നമ്മൾ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോപിത്താൽ റൂൾ ഉപയോഗിച്ചുകൊണ്ട് 0/0 വരുന്ന ഫോമിൽ വരുന്ന ഫംഗ്ഷൻസുകളുടെ ഡെറിവേറ്റീവ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യണം എന്നില്ല. അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ലോപിത്താൽ റൂൾ നമുക്ക് യൂസ് ചെയ്യാം. ലോപിത്താൽ റൂൾ യൂസ് ചെയ്താൽ ഈ ഒരു രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ ഡെറിവേറ്റീവ്സ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. അപ്പം ഈ ലോപിത്താൽ റൂള് നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു റൂളാണ്. നമുക്ക് ഈസിലി നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു റൂളാണ് നമ്മുടെ ലോപിത്താൽ റൂള്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലിമിറ്റ് y ടെൻഡിങ് ടു 7 y² മൈനസ് 4y മൈനസ് 21 ഡിവൈഡഡ് ബൈ 3y² മൈനസ് 17y മൈനസ് 28 ആണ്. അതായത് ഇവിടെ റാഷണൽ ഫംഗ്ഷൻ ആണ്. അവിടെ നമ്മൾ 7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷനിൽ y = 7 കൊടുത്തു കഴിഞ്ഞാൽ 7² മൈനസ് 4 × 7 മൈനസ് 21 ഡിവൈഡഡ് ബൈ 3 × 7² മൈനസ് 17 × 7 മൈനസ് 28. അപ്പോൾ എന്ത് വരുന്നുണ്ടാവും, 7² 49 ആണ്, മൈനസ് 7 × 4 28 മൈനസ് 21 ഡിവൈഡഡ് ബൈ 3 × 49 വരുന്നുണ്ടാവും. 3 × 49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും വരുന്നുണ്ടാവുക, നമുക്ക് 147 ആയിരിക്കും അല്ലേ, 147 വരും. 17 × 7 ഉണ്ടാവും. 17 × 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 and 119 വരുന്നുണ്ടാവും, മൈനസ് 28. അപ്പോൾ നോക്കുക, 119 മൈനസ് 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും ഉണ്ടാവും, ഇവിടെ നമുക്ക് 119 മൈനസ് 28 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 147 ആയിരിക്കും. 147 മൈനസ് 147 0 ആയി. ന്യൂമറേറ്ററിൽ 49 മൈനസ് 49 0 ആയി. അപ്പോൾ ഏത് ഫോമിൽ വന്നു, 0/0 ഫോമിൽ നമുക്ക് ഈ ഒരു ഫോം വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫാക്ടറൈസ് ചെയ്യുന്നേക്കാളും എളുപ്പത്തിൽ നമുക്ക് ലോപിത്താൽ റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലോപിത്താൽ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലോപിത്താൽ റൂൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എല്ലാത്തിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുക. ന്യൂമറേറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക, ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് y ടെൻഡിങ് ടു 7 y² ഡെറിവേറ്റീവ് എന്തായിരിക്കും, 2y ആയിരിക്കും അല്ലെ. y² ഡെറിവേറ്റീവ് 2y ആയിരിക്കും. -4 കോൺസ്റ്റന്റ് ആണ്, y ഡെറിവേറ്റീവ് 1, സോ -4 × 1. 21 ഡെറിവേറ്റീവ് 0, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഡിവൈഡഡ് ബൈ 3 കോൺസ്റ്റന്റ് ആണ്, y² ഡെറിവേറ്റീവ് എന്താണ്, 2y വന്നു. -17 കോൺസ്റ്റന്റ് ആണ്, y ഡെറിവേറ്റീവ് എന്ത് വന്നു, 1 വന്നു. 28 -28 ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതും 0 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്ത് വന്നു, ലിമിറ്റ് y ടെൻഡിങ് ടു 7 2y മൈനസ് 4 ഡിവൈഡഡ് ബൈ 3 × 2 6 ആണ്, 6y മൈനസ് 17 എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 7 അപ്ലൈ ചെയ്യാം. y = 7 നമ്മൾ കൊടുക്കുന്നു. y = 7 കൊടുത്തു കഴിഞ്ഞാൽ 2 × 7 മൈനസ് 4 ഡിവൈഡഡ് ബൈ 6 × 7 മൈനസ് 17. അപ്പോൾ 2 × 7 എന്ന് പറഞ്ഞാൽ 14 ആണ്, 14 മൈനസ് 4 ഡിവൈഡഡ് ബൈ 6 × 7 എന്ന് പറഞ്ഞാൽ 42 ആണ്, 42 മൈനസ് 17 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ 14 മൈനസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 10 ആണ്. അതേപോലെ തന്നെ 42 മൈനസ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ആണ്. സോ 10/25 എന്ന് കിട്ടും. 10/25 നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2/5 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പൊ 2/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ലോപിത്താൽ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈസിലി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. നമുക്ക് ആദ്യം നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് കിട്ടി, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് കിട്ടി. ആ ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 7 കൊടുക്കുന്നു. ആ 7 കൊടുത്തിട്ട് നമുക്ക് എന്ത് വന്നു, ലിമിറ്റ് 2/5 തന്നു. ഇനി ഇൻ കേസ് നമ്മൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഫോമിലാണെങ്കിൽ ഒരു തവണയും കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു തവണയും കൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വീണ്ടും വാല്യൂ കൊടുക്കുന്നു. എഗെയിൻ 0/0 ആണെങ്കിൽ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വീണ്ടും വാല്യൂ കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ലിമിറ്റ് കിട്ടുന്നത് വരെ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. അപ്പം ഇതാണ് ലോപിത്താൽ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ റാഷണൽ ഫംഗ്ഷൻസിന് നമുക്ക് സോൾവ് ചെയ്യാൻ 0/0 വരുന്ന ഫംഗ്ഷൻസിന് സോൾവ് ചെയ്യാനുള്ള അടുത്തൊരു മെത്തേഡായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് ഈ പറയുന്ന ലോപിത്താൽ റൂൾ എന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്തത് ലിമിറ്റ് h ടെൻഡിങ് ടു 0 6 + h ഹോൾ സ്ക്വയർ മൈനസ് 36/h ആണ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. ലിമിറ്റ് h ടെൻഡിങ് ടു 0 6 + h ഹോൾ സ്ക്വയർ മൈനസ് 36/h വരും. അവിടെ നോക്കുക, എച്ചിന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക,
6 സ്ക്വയർ മൈനസ് 36/0. അതായത് 36 മൈനസ് 36/0 വിച്ച് ഈസ് നത്തിങ് ബട്ട് 0/0. ഇതാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഈ ബ്രാക്കറ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ലിമിറ്റ് h ടെൻഡിങ് ടു 0. 6 + h ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ ഫോമിലാണ്. a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a² + 2ab + b സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, 6 സ്ക്വയർ + 2 × 6 12h + h² - 36 ഡിവൈഡഡ് ബൈ h എന്ന് വരും. അതായത് നമുക്ക് എന്ത് പറയാം, 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 + 12h + h² - 36 ഡിവൈഡഡ് ബൈ h എന്ന് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ 36ഉം -36ഉം ക്യാൻസൽ ആയിട്ട് പോയി അല്ലെ. 36 - 36 ക്യാൻസൽ ആയിട്ട് പോയി. ബാക്കി നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ടാവും, ലിമിറ്റ് h ടെൻഡിങ് ടു 0 12h + h² ഡിവൈഡഡ് ബൈ h എന്ന് വരുന്നുണ്ടാവും അല്ലെ. 12h + h² ഡിവൈഡ് ബൈ h എന്ന് വരുന്നുണ്ടാവും. അവിടെ മേലെയും താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഒരുപോലെ എന്തുണ്ട്, h കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ h കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ 12 + h ഡിവൈഡഡ് ബൈ h ആയിരിക്കും വരുന്നുണ്ടാവുക. ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ h ഉം പോയി. ഇനി നമ്മൾ h ന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, 12 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. അപ്പോൾ 12 + 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 12 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഇത് വേണമെങ്കിൽ നമുക്ക് ലോപിത്താൽ റൂൾ വഴിയും ചെയ്യാം. ലോപിത്താൽ റൂൾ വഴി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും, 6 + h ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണാം. 6 + h ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 6 + h ആണ് വരുന്നുണ്ടാവുക ഡിവൈഡഡ് ബൈ h ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. 36 ഡെറിവേറ്റീവ് 0 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, h ന് 0 കൊടുക്കാം. h ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 2 × 6 + 0 അതായത് 2 × 6 12 എന്ന് നമുക്ക് ഒറ്റയടിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ലോപിത്താൽ റൂൾ അപ്ലൈ ചെയ്തിട്ടും നമുക്ക് പറയാം. അപ്പോൾ ഏത് വേണം എന്നുള്ളത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ലോപിത്താൽ റൂൾ ആണെങ്കിൽ ഒറ്റയടിക്ക് 2 സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം കിട്ടുന്നു. ഇവിടെ നമുക്ക് ഒന്നുമില്ല, എക്സ്പാൻഡ് ചെയ്യുന്നു. ആ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ കോമൺ ക്യാൻസൽ ചെയ്യുന്നു, അവിടെ കൊടുക്കുന്നു. ഏതാണോ നമുക്ക് ചെയ്യാൻ സൗകര്യം, ഏത് ചെയ്താലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഉത്തരം കിട്ടുക എന്നുള്ളത് നമുക്ക് കോൺഫിഡൻറ്റ് ഉള്ളത്, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഡെറിവേറ്റീവ് നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെങ്കിൽ, ഡെറിവേറ്റീവ്സ് ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമുക്ക് ലോപിത്താൽ റൂൾ ചെയ്യുന്നതായിരിക്കും. കാരണം ടൈം കൺസ്യൂമിങ് എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ടാണ്. നമുക്ക് എക്സാമിന് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ഏറ്റവും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തു വരുന്ന സമയം നമുക്ക് വേണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ ലോപിത്താൽ റൂൾ വഴി ചെയ്യാൻ വേണ്ടിയിട്ട്. ലോപിത്താൽ റൂൾ വഴി ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഡെറിവേറ്റീവ് കൊടുക്കുന്നു, h 0 കൊടുത്താൽ 12 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ആ ടൈം എന്താണ്, നമുക്ക് കുറച്ച് അധികം നമ്മൾ എടുക്കുന്നുണ്ടാവും. അപ്പം അത് കണ്ടിട്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ഏത് വേണം എന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്താൽ മതി. അപ്പം ഇതാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാനുള്ളത്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്, 12 ആണ് ആൻസർ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് z-2 ഡിവൈഡഡ് ബൈ z-4 ആണ് നമുക്ക് വരുന്നത്. റൂട്ട് z-2 ഡിവൈഡഡ് ബൈ z-4 എന്ന് നമുക്ക് വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ എന്ത് കണ്ടുപിടിക്കണം, ലിമിറ്റ് കണ്ടുപിടിക്കണം. അതായത് ലിമിറ്റ് z ടെൻഡിങ് ടു 4 റൂട്ട് z-2 ഡിവൈഡഡ് ബൈ z-4 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് z ടെൻഡിങ് ടു 4 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ നോക്കുക. ഡിനോമിനേറ്ററിനകത്ത് നമുക്ക് z-4 ആണ് നമുക്ക് ഡിനോമിനേറ്ററിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ z-4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, z-4നെ നമുക്ക് റൂട്ട് z² - 2² എന്ന് എഴുതാം അല്ലേ. z-4നെ നമുക്ക് റൂട്ട് z² - 2² എന്ന് എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ a² - b² എന്ന് പറയുന്നത് നമുക്ക് എന്താ വരുന്നുണ്ടാവുക, a + b × a - b ആണ് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ റൂട്ട് a² - b² നമുക്ക് a + b × a - b എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് വരുന്നുണ്ടാവും, z-2 × റൂട്ട് z-2 × റൂട്ട് z+2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് എന്ത് വരും, ലിമിറ്റ് z ടെൻഡിങ് ടു 4 റൂട്ട് z-2 ഡിവൈഡഡ് ബൈ
റൂട്ട് ഇസഡ് മൈനസ് 2 ഇൻറ്റു റൂട്ട് ഇസഡ് പ്ലസ് 2 നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ക്യാൻസൽ ഔട്ട് ചെയ്താൽ ബാക്കി നമുക്ക് എന്താ വരിക? ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 4 1 ബൈ റൂട്ട് ഇസഡ് പ്ലസ് 2 എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ 1 ബൈ റൂട്ട് ഇസഡ് പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡിന് നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ റൂട്ട് 4 പ്ലസ് 2. റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 1 ബൈ 2 പ്ലസ് 2 1 ബൈ 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 1 ബൈ 4 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇസഡ് മൈനസ് 4നെ നമുക്ക് റൂട്ട് ഇസഡ് സ്ക്വയർ മൈനസ് 2 സ്ക്വയറിന് എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഇനി അതല്ല നമുക്ക് വീണ്ടും ലോപ്പിത്താൽ റൂൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? റൂട്ട് സെഡിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. റൂട്ട് സെഡിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? റൂട്ട് സെഡിന്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് സെഡ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ 2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ റൂട്ട് സെഡിൻ്റെത് 1 ബൈ 2 റൂട്ട് സെഡ് എന്ന് വരും. 2ന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഡിവൈഡഡ് ബൈ സെഡിന്റെ ഡെറിവേറ്റീവ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു 4 1 ബൈ 2 റൂട്ട് ഇസഡ്. അതിൽ നമ്മൾ സെഡിന് പകരം നമ്മൾ 4 കൊടുത്താൽ 2 റൂട്ട് 4 വരും. അതായത് 1 ബൈ 2 ഇൻറ്റു 2 റൂട്ട് 4 2 ആയതുകൊണ്ട് അവിടെ നമുക്ക് 1 ബൈ 4 ഈസിലി നമുക്ക് 1 ബൈ 4 എന്ന് കിട്ടും. അപ്പം ഏത് മെത്തേഡ് വേണം എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഒരു കൺവീനിയൻസിന് അനുസരിച്ച് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. ലോപ്പിത്താൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈസിലി പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ലിമിറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ലോപ്പിത്താൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം.